ഇവരെന്താ ഉലാത്തു ഓവറാക്കരുത്. ഹലോ, ഹായ്. ഓമനെ കൂടെ ഞാൻ സണ്ണി. എന്തു വേടി ചോദിക്കും. ഓമനെ കൂടെ പപ്പയും മമ്മിന്നൂല്ലേ? അവരൊക്കെ ഡൽഹിയില. അതെ ഓമനെ കൂടെ എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു, നീ സൂസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്റെ പോളാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമനക്കൂട്ടം നിന്നെ പോലെ നെഗറ്റീവ് ഒന്നുമല്ലെന്ന്. ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലടാ, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസാ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? ഓമനക്കൂട്ടാ എന്റെ പൊന്നേട്ട് ഇന്നെങ്ങാനും എത്തിക്കോ? വയറെഴുകാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ദേ, ഒന്ന് ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്കങ്ങനെ പറയാം. വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ? ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടോ ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, അത് പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാ. ഞങ്ങളൊക്കെ ഇല്ലേ? സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്. മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടന്ന സ്ഥലം ഇതാ. വേറെ നല്ല മുറിയിലും കിട്ടും, നോക്കിയാ. ചെല്ലേ പോ, ചെല്ലേ. നോക്കിട്ട് വരാം. ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ആ, ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും? ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? കറക്റ്റാണ് ചേച്ചിയല്ല? സോറി. അല്ലേ ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്താ ഒരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ് കുറച്ച്. പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ശരിയാവും. അതെ, ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കാൻ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? ഒന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് എല്ലാം അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവര് നോക്കിക്കോളൂ. സെർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത് മോൻ പറയൂ, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല, നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. പ്രതീക്ഷിച്ചത്ര പോരാ, ചെറുതായി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ വാ. നാടൻ പോയപ്പോ ബുൾഡോഗ്. ഡോ, അവനോടൊന്ന് പതുക്കെ കയറാൻ പറ. 4 കുറഞ്ഞ ഉമ്മാർക്കൊന്നും ഉറക്കം വരില്ലേ? കുറച്ച് ഓൾഡ് കൺസ്ട്രക്ഷൻ ആണല്ലേ?
എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ? ഒരു റീഅറേഞ്ച്മെന്റ് ആവശ്യമുണ്ട്. ഇവിടെ തിന്നാനും കുടിക്കാനൊന്നുമില്ലേ? ഇല്ലേ? ഇല്ല ഇല്ല. ആയ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോടാ, നല്ല വിശപ്പുണ്ട്. വാങ്ങിക്കാം. ടോയ്ലറ്റ് എവിടെയാ? ടോയ്ലറ്റ് അവിടെ 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 ദേ അങ്ങനെ ഇതിൽ ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് ചെല്ലി വേഗം ചെല്ലി. എന്താണിത്? എന്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇവന്റെ ക്യാരക്ടർ നമ്മളായിട്ട് സിങ്കാവില്ലെന്ന്. ഓമനക്കുട്ടന്റെ തീറ്റയുടെ കാര്യമാണ്. അത് ഞാൻ ഏറ്റു. ഓ. ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ റിട്ടേൺസ് കിട്ടൂ. അതാണ് അയ്യോ. business. എന്തിനാണ് നിങ്ങൾ എന്നോക്കണേ? എന്ത് കാര്യം? എന്താ ഒരു ഡിസ്കഷൻ? ഞാൻ വന്ന പ്രമാണിച്ച് പാർട്ടി വല്ലതും പ്ലാൻ ചെയ്യായിരിക്കും അല്ലേ? എന്നാ വേണ്ട, ഇന്ന് ചെലവ് എന്റെ വക. ഓക്കേ, കലക്കി. അതാണ്. ടീന, ഞാനൊരു മീറ്റിംഗില്ല, തിരിച്ചു വിളിച്ച പോരെ? അതെന്താ ഈ നേരത്തെ ഒരു മീറ്റിംഗ്? ഞാൻ എപ്പോ വിളിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടേ പറ്റൂ. ഒരാള് പറയണത് മാത്രം അങ്ങനെ കേട്ടാ പറ്റില്ലല്ലോ. ആ, ഒരു മിനിറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ണിക്കുട്ടാ, സൈഡ് ഡിഷ് അടിക്കാൻ വേണ്ടി പെഗ് അടിക്കലടോ. പെഗ് അടിക്കാനായിട്ട് സൈഡ് ഡിഷ് അടിക്കും. വേഗം വാ, ഇതിപ്പോ തീരും. ടീന, ഞാൻ തിരിച്ചു വിളിച്ച പോരെ? പോരാ, എനിക്കിപ്പോ സംസാരിക്കണം. നമ്മുടെ കാര്യം ഞാൻ പപ്പയോട് സംസാരിച്ചായിരുന്നു. അയ്യോ, വെള്ളം തീർന്നല്ലോ. ഞാൻ ഗുഡ് ബോയ്. അപ്പൊ പപ്പ പറയാ ആ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു തീരുമാനമില്ല. അവള് നാളെ രാവിലെ വിളിച്ചെന്നെ ശല്യപ്പെടുത്തിക്കോളും. അത്രേ ഉള്ളൂ. എന്തടിയാടാ? നീ അടിച്ചോടാ, അടിപൊളിയല്ലേ? എന്തടാ? നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കാനും വിളിക്കാനും ഒക്കെ കുറേ പേരുണ്ട്. എനിക്ക് ആരുമില്ലടാ. നീ എന്തിനാടോ ഓമനക്കുട്ടൻ ഇങ്ങനെ വിഷമിക്കണേ? നിനക്ക് എത്ര പിള്ളേരെ നമ്പർ വേണം? ഞാൻ തരാം. എൻ്റെ ഫോൺ ഒരു നമ്പർ അയാൾ വിളിച്ചാൽ നിനക്ക് ശല്യം. ആ, ഇത് എൻ്റെ ഫോണാണ്. ഇതിൽ കുറേ നമ്പറുണ്ട്, നീ എടുത്തു. വിളിച്ചോടാ, കുറേ നമ്പറുണ്ട്, വിളിച്ചോ. കാര്യമായിട്ട് ഞാൻ ഈ നമ്പറൊക്കെ ഇതിലേക്ക് കോപ്പി ചെയ്തോട്ടെ. ഞാൻ അപ്പുറത്ത് പോയി നോക്കിയിട്ട് വരാം. പുള്ളി കറക്റ്റാട്ടാ. തടിയുണ്ടെന്നേ ഉള്ളൂ. എന്തൊരാ ശരീരി ഗിറ്റാർ. ഇവരെന്തിനാണ് ഗിറ്റാർ എടുക്കണേ? ഈ തെണ്ടി ഞാൻ കൊല്ലൂട്ടോ. ആ, എന്നാ നിന്നെ ഞാൻ കൊല്ലും. ഓമനപ്പൊട്ടാ. ഗൗതമേടാ, ഓമനപ്പൊട്ടോ, നിന്നോട് ആരെയും എടുക്കാൻ പറഞ്ഞു? എന്താടാ ഇത്? ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ലേ? ഞാൻ തോന്നിയ പോലെ വായിക്കും. എടാ, ഇങ്ങനെ അല്ലടാ വായിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പഠിപ്പിക്കണ്ട, എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ട്. നാളെ പഠിപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ താഴെ കിടന്നോളൂല്ലോ. എനിക്ക് ഒറ്റ കിടന്നാലും ഉറക്കം വരും. താഴെ കിടക്ക് ഇഷ്ടമല്ല. ഇന്നാണ് നിന്റെ ഗിറ്റാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അല്ല, എൻ്റെ അമ്മ പറയാറുണ്ട് രാവിലെ നേരത്തെ എണീറ്റ നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഈ തടിയനെതിരെ നമ്മളെ വിളിച്ച് എണീപ്പിക്കണത്. എടാ, അവന്റെ അമ്മ പറഞ്ഞിട്ട് അവനെ എഴുതി കിട്ടണം. നമ്മളെന്തിനാ വിളിക്കണേ? ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്ത് കൂർക്കം വലിയാണ്.
അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും. കറണ്ട് എന്തു പോക്ക്? കറണ്ട് പോയതൊന്നും അല്ല, കളഞ്ഞാണ് ഇവിടെ ഒരാള്. ആര്? ഞാൻ ഇവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണായിരുന്നു. അപ്പോഴാണ് ഈ സാധനം എന്നെ തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ്, ഫാൻ ഓഫ് ചെയ്യ്. അത് കേട്ട് നീ എന്തിനാണ് ഓഫ് ചെയ്യണേ? പിന്നെ എന്റെ പട്ടി ഓഫ് ചെയ്യും. ലാഫിംഗ് പുതയ്ക്ക് ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വിശന ഇങ്ങനെ കാലിൽ കൂടെ കയറി വരുമല്ല. ഇങ്ങനെയാണ് കഴുകി കളഞ്ഞ പിൽസിന് പറഞ്ഞ ഞാനോട് വിഷം കലി കൊടുക്കൂട്ടാ. പന്നി ഇറച്ചി കഴിക്കൂ? ഞാനെന്തും കഴിക്കും, പക്ഷെ പാല് ഇതെനിക്ക് മാത്രം. എടാ ഒരു പാക്കറ്റ് ഉള്ളൂടാ. സൊസൈറ്റി ദിവാകരനല്ലേ? തുളസീധരൻ പിള്ളയാ. നാളെ മുതൽ ഇവിടെ പാല് വേണ്ട. ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും. അയ്യോ വേണ്ട ഡിയ, അടുക്കള കയറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനവാ. ശരി എന്നാ. ഇയാൾ എന്തായി കാണിക്കണത്? ഇത് നോക്കിയേ. ഉമ്മൻ പോയപ്പോ ഓമനക്കുട്ടൻ. അവന്റെ അപ്പടെ ക്ലോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ? ജാമ്പോന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പുട്ടൂല്ലേ? അത് പൊട്ടിച്ചാ വാടകയും മേടിച്ച് പുട്ടടിക്കാണ്ട് താൻ വേറെ വല്ല പണിക്കും പോടോ തടിയാ. ഇത് എന്റെ വീട്ടിൽ കണ്ണൂക്കി പൊട്ടിച്ചാണ്.